കുടുംബങ്ങൾക്ക് എന്നും ഒരു സഹായമാണ് ഓണക്കിറ്റ് വിതരണം. ഓണക്കിറ്റ് വിതരണത്തിൽ സർക്കാർ പല പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും കിറ്റ് വിതരണം സർക്കാർ മുടക്കിയിട്ടില്ല. ഇത്തവണത്തെ ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ആഘോഷമാണല്ലോ ഓണം. അതിൽ തന്നെ ഓണസദ്യയാണ് കേമനും. ഇത്തവണയും നമുക്ക് ഓണമുണ്ണാൻ സർക്കാരിൻ്റെ കിറ്റുകൾ തന്നെ. ഓണക്കിറ്റിൻ്റെ വിതരണം ഇന്ന് സെപ്റ്റംബർ 9 ആരംഭിച്ചു. ഇത്തവണയും മലയാളികൾക്ക് ഓണം കുശാൽ. കിറ്റ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയിലെ എല്ലാ കാർഡ് ഉടമകൾക്കുമാണ് ഇത്തവണ ഓണക്കിറ്റ് കിട്ടുക. തുണിസഞ്ചി ഉൾപ്പെടെ 13 ഇനങ്ങളാണ് കഴിഞ്ഞ തവണ നൽകിയതെങ്കിൽ ഇത്തവണ പായസത്തിന് രുചി കൂട്ടാൻ 50 ഗ്രാം കശുവണ്ടിയും കിറ്റിനൊപ്പം ചേർത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കാഷ്യൂ കോർപ്പറേഷൻ്റെ 50 ഗ്രാമിൻ്റെ കാഷ്യൂ നട്ട്സിൻ്റെ പാക്കറ്റ് കൂടിയുണ്ട്. 13 ഐറ്റം സാധനങ്ങളാണ് വെളിച്ചെണ്ണ സഹിതം. തേയില, ചെറുപയർ പരിപ്പ്, സേമിയ പായസം മിക്സ്, നെയ്യ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ് എന്നിവയും തുണിസഞ്ചിയും ഉൾപ്പെടെ 14 ഇനങ്ങളാണ് ഓണക്കിറ്റിലുള്ളത്. 6 ലക്ഷം പേർക്ക് 36 കോടി രൂപ ചിലവഴിച്ചാണ് കിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണ നീല, വെള്ള കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി വിതരണം ചെയ്യും. 10.90 രൂപ നിരക്കിലാണ് അരി ലഭിക്കുക. അങ്ങനെ ഇത്തവണയും മലയാളികൾക്ക് ഓണമൊരുക്കാൻ വേണ്ടതെല്ലാം റേഷൻ കടകളിൽ എത്തിക്കഴിഞ്ഞു. ഒരു വീട്ടിൽ ഓണമൊരുങ്ങാൻ വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം സർക്കാരിൻ്റെ കിറ്റിലുണ്ട്. ഇനി ഓണമൊരുങ്ങാൻ മലയാളികൾക്ക് അധികം കാത്തിരിക്കേണ്ട. എല്ലാം കൈവെള്ളിയിൽ എത്തിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.